F-16 വിമാനങ്ങൾ ഉക്രൈനിലേക്ക് വന്നു. ഇത് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ പറഞ്ഞതാണ്. ആദ്യത്തെ സെറ്റ് ഓഫ് വിമാനങ്ങൾ ഉക്രൈനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അടുത്ത ലോകം മുഴുവനും ഉണ്ടായിരുന്ന ഒരു വലിയ ചോദ്യം ഉക്രൈൻ ഇതെങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മളും അവർ ഇത് ഇങ്ങനെ ഉപയോഗിക്കും, അങ്ങനെ ഉപയോഗിക്കും, ഈ F-16 ഇങ്ങനെയെല്ലാം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പല രീതിയിൽ നമ്മൾ സംസാരിച്ചു. പക്ഷെ ആ സമയത്ത് തന്നെ പലരും പറഞ്ഞിരുന്നു എല്ലാം ശരിയാണ്, പക്ഷെ ഇക്കാര്യങ്ങളെല്ലാം ഉക്രൈനും റഷ്യയ്ക്കും അറിയാം. ഇതിനെ കൗണ്ടർ ചെയ്യാൻ റഷ്യ എങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുമെന്നുള്ളതായിരുന്നു വലിയൊരു സംശയം. കൂടാതെ ഈ വിമാനങ്ങളെ പ്രത്യേകം ഈ മിഷന് വേണ്ടി മാത്രം ഉക്രൈൻ ഉപയോഗിക്കുമെന്ന് ഒരിക്കലും പറയാനും സാധിക്കില്ല. ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞിരുന്നു. എല്ലാം ശരിയാണ്. ഇപ്പോ റഷ്യയുടെ Su-35 ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റ് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ F-16 റഷ്യക്കെതിരെ എങ്ങനെ ഉപയോഗിക്കും, അതിനെ കൗണ്ടർ ചെയ്യാൻ റഷ്യ എങ്ങനെയുള്ള തന്ത്രമായിരിക്കും ഉപയോഗിക്കുന്നത്, ഞങ്ങൾ എന്ത് പദ്ധതിയിലാണ് ഉള്ളത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് കൊടുത്ത റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് Su-35 വേഴ്സസ് F-16 ആ ഒരു വീഡിയോ അല്ല. അദ്ദേഹം മാധ്യമങ്ങളോട് എന്തെല്ലാം പറഞ്ഞു, ഈ F-16 വിമാനങ്ങൾ ഉക്രൈൻ എങ്ങനെയെല്ലാം റഷ്യക്ക് നേരെ ഉപയോഗിക്കും, ഇങ്ങനെയുള്ള അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. പൈലറ്റ് അലക്സാണ്ടർ, അദ്ദേഹം റഷ്യയുടെ Su-35 പൈലറ്റാണ്. കൂടാതെ റഷ്യ നടത്തുന്ന ഈ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷനിൽ കൂടുതൽ Su-35 കിൽസ് നടത്തിയതും ഇദ്ദേഹമാണ്. റഷ്യയുടെ ഒരുപാട് മെഡൽസും ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ഉക്രൈന് എതിരെയുള്ള ഈ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷനിൽ കൂടുതൽ കിൽസ് നടത്തിയതുകൊണ്ട്. ഇദ്ദേഹത്തോട് റഷ്യയുടെ RIA ഒരു ഇന്റർവ്യൂ എടുത്തു. ഈ ഇന്റർവ്യൂവിൽ അവർ ചോദിച്ചത് F-16 ഉക്രൈനിലേക്ക് വന്നു, ഈ വന്ന F-16 കൗണ്ടർ ചെയ്യാൻ നിങ്ങളുടെ തന്ത്രം എന്തെല്ലാമാണ്, ഇതെല്ലാം കൗണ്ടർ ചെയ്യാനുള്ള നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണ്, കൂടാതെ ഈ F-16 റഷ്യക്കെതിരെ അവർ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടോ, ഇതിനെല്ലാം നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ആദ്യം F-16 കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല, ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഈ F-16 കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. റഷ്യയുടെ ജെറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ അതത്ര വലിയ വിമാനമൊന്നും തന്നെയല്ല. റഷ്യയുടെ വിമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് Su-30, Su-35 ഇവ രണ്ടും എടുക്കാം. ഈ രണ്ട് വിമാനങ്ങളും ട്വിൻ എഞ്ചിനുള്ളതാണ്. എന്നാൽ മറുവശത്ത് F-16 നോക്കിയാൽ സിംഗിൾ എഞ്ചിനാണ്. കൂടാതെ ഇപ്പോൾ ഉക്രൈനിലേക്ക് വന്നിരിക്കുന്ന ഈ F-16 വിമാനങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതിന്റെ എയർ ഫ്രെയിം ആയാലും അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു വിമാനത്തെ തന്നെ എടുത്തു നോക്കിയാൽ മറ്റ് നാടുകൾ ഞങ്ങൾക്കിനി ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല, ഈ വിമാനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച കാറ്റഗറിയിലുള്ളത് ആവശ്യമില്ലാതെ സ്ക്രാബിലിടും. അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന വിമാനങ്ങളെയാണ് അവർ ഉക്രൈൻ എടുത്തു കൊടുത്തത്. അതിനാൽ അതിന്റെ എയർ ഫ്രെയിം ആയാലും അതിന്റെ അപ്ഗ്രേഡ്സ് ആയാലും ഒന്നും തന്നെ വലിയ രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് ആ വിമാനങ്ങളെ കൊണ്ട് അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉക്രൈന്റെ എയർ സ്പേസിൽ നടത്താൻ സാധിക്കില്ല. എന്നാൽ അത് തന്നെ F-16 എതിരെ ഞങ്ങൾ കൊണ്ടുപോകുന്ന വിമാനങ്ങൾ Su-30, Su-35 ഒക്കെയാണ് ഉപയോഗിക്കാൻ ഇരിക്കുന്നത്. പക്ഷെ അത് ആ ലൊക്കേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് സ്ട്രാറ്റജിക്കലായി ഈ വിമാനങ്ങൾ ചിലപ്പോൾ മാറ്റം വരുത്താം. എങ്ങനെയുള്ള റോളിന് അവർ ഉപയോഗിക്കും എന്ന ചോദ്യത്തിന് അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു. ആദ്യത്തേത് ഒഫൻസീവ് ഓപ്പറേഷൻ ആണ്. ഒഫൻസീവ് ഓപ്പറേഷനെ സംബന്ധിച്ച് ഉക്രൈനെ കൊണ്ട് ഇപ്പോൾ റഷ്യക്കെതിരെ ഏതൊരു മേജർ അറ്റാക്കും ചെയ്യാൻ സാധിക്കില്ല ഈ വിമാനങ്ങൾ ഉപയോഗിച്ച്. അതായത് റഷ്യൻ പൊസിഷൻസിൽ F-16 ഉപയോഗിച്ച് ഉക്രൈൻ നടത്താൻ സാധിക്കില്ല. അതിന് കാരണം റഷ്യയുടെ ബോർഡറോട് ചേർന്ന് AWACS പ്ലാൻസ് ഉണ്ട്. കൂടാതെ ഉക്രൈന്റെ ഫ്രണ്ട് ലൈൻ മുഴുവനും റേഡാർ നിരീക്ഷണത്തിലാണ്. അതിനാൽ തന്നെ ഈ ഫ്രണ്ട് ലൈന് അടുത്തേക്ക് ഒരു മിസൈൽ ലോഞ്ച് ചെയ്ത് ഈ വിമാനങ്ങളെ കൊണ്ട് തിരികെ സേഫായി പോകാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം കൂടുതൽ എണ്ണം F-16 വിമാനങ്ങളൊന്നും ഉക്രൈൻ ഇല്ല. ഒരു സിംഗിൾ ഡിജിറ്റ് എണ്ണം മാത്രമേ ഇപ്പോൾ ഉക്രൈന്റെ പക്കലുള്ളൂ. അപ്പോൾ ഒഫൻസീവ് ഓപ്പറേഷൻ നടത്താൻ വിചാരിച്ചാൽ പോലും ഈ വിമാനങ്ങളെ കൊണ്ട് അകത്തേക്ക് പോകാൻ സാധിക്കില്ല. റഷ്യയുടെ ബോർഡറിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല. ഒഫൻസീവ് ഓപ്പറേഷൻ എന്ന കാറ്റഗറിക്കുള്ളിൽ ഈ വിമാനങ്ങൾ ഇപ്പോൾ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ മറ്റെന്തിനുപയോഗിക്കും, മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം റഷ്യയുടെ മിസൈൽ അറ്റാക്കിനെ അല്ലെങ്കിൽ ഉക്രൈന്റെ എയർ സ്പേസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും ഇവർ ഉപയോഗിക്കുക. അതിനുള്ള കാരണവും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഉക്രൈന്റെ പക്കൽ ഒരു 6 F-16 വിമാനങ്ങൾ ഉണ്ടെന്ന് കരുതുക. ഈ 6 വിമാനങ്ങളെയും ഒറ്റ സമയത്തിൽ ഒരു അറ്റാക്കിനായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം 6 വിമാനങ്ങളിൽ 2-3 വിമാനങ്ങളെ റഷ്യ വെടിവെച്ച് വീഴ്ത്തിയാൽ പോലും ഉക്രൈൻ അത് വലിയ നഷ്ടമായി മാറും. ആ സമയത്ത് ഉക്രൈൻ അത് വലിയ നഷ്ടം തന്നെയാണ്. അത്രത്തോളം വലിയ റിസ്ക് ഒരിക്കലും ഉക്രൈൻ എടുക്കില്ല. പകരം അവർ ചെയ്യുക F-16 ഒരു മീഡിയം റേഞ്ചുള്ള വിമാനമാണ്. ഒരു തവണ ഫ്യൂൽ ഫിൽ ചെയ്താൽ 1000 കിലോമീറ്ററിൽ കൂടുതൽ പറക്കാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള വിമാനങ്ങളാണ്. അപ്പോൾ ഉക്രൈന്റെ ടെറിട്ടറിക്കുള്ളിൽ
വളരെ ഹെവിലി പ്രൊട്ടക്റ്റഡ് ഹാങ്ങേഴ്സിൽ നിന്നും ഈ വിമാനങ്ങളെ പറത്തുകയും ഉക്രൈന്റെ പ്രധാനപ്പെട്ട പൊസിഷൻസിനെ എയർ അറ്റാക്കിൽ നിന്നും സംരക്ഷിക്കാൻ മാത്രമായിരിക്കും ഉപയോഗിക്കുക. കാരണം എയർ ലോഞ്ചർ മിസൈൽസ് ഉപയോഗിച്ച് അകത്തേക്ക് വരുന്ന ക്രൂയിസ് മിസൈലിനെയോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലിനെയോ ഡെസ്ട്രോയ് ചെയ്യാനുള്ള ആ ഒരു പദ്ധതി മാത്രമായിരിക്കും ഉക്രൈൻ ഇപ്പോൾ എടുത്തിരിക്കുക. ഉക്രൈന്റെ എയർ സ്പേസിനെ ഉക്രൈനിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ജോലികൾ മാത്രമായിരിക്കും ഇപ്പോൾ F-16 ചെയ്യാൻ പോകുന്നത് എന്ന് രണ്ടാമത്തെ വിശദീകരണം നൽകി. ശരി, ഇതുവരെയും റഷ്യക്ക് എതിരെ എന്തൊക്കെ മിഷൻസ് നടത്തും, അല്ലെങ്കിൽ റഷ്യയുടെ അറ്റാക്കിനെ കൗണ്ടർ ചെയ്യാൻ അവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ് കണ്ടത്. അടുത്തത് ഈ F-16 എതിരെ റഷ്യ എങ്ങനെ പ്രവർത്തിക്കും, ഈ F-16 കൗണ്ടർ ചെയ്യാൻ റഷ്യ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. റഷ്യ ചില പൈലറ്റ്സിനെ സ്പെഷ്യലായി F-16 കൗണ്ടർ ചെയ്യാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ പൈലറ്റ്സിന്റെ മോറൽ ബൂസ്റ്റും വർദ്ധിപ്പിക്കണം. ഇവർ F-16 വേട്ടയാടിയാൽ അവർക്കുള്ള റിവാർഡും വർദ്ധിപ്പിക്കും. ഇത് റഷ്യയുടെ ഗവൺമെന്റ്, മിലിറ്ററി മാത്രമല്ല, ഒരുപാട് പ്രൈവറ്റ് കമ്പനീസ്, റഷ്യയുടെ ആംസ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനീസും ഇവർക്കായിട്ടുള്ള റിവാർഡ് അറിയിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും 1.5 മില്യൺ റൂബിൾസ് വരെ നൽകും. ഇത് റഷ്യയുടെ കറൻസി മതിപ്പിൽ മാത്രം ഏകദേശം 15 ലക്ഷം റൂബിൾസ് വരെയും ഓരോ സൈനികർക്കും നൽകുമെന്നൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ പൈലറ്റ്സ് വളരെ ആവേശത്തിലാണ്. എപ്പോഴാണ് ഞങ്ങൾ F-16 നേരിട്ടൊരു യുദ്ധത്തിന് പോകാൻ പോകുന്നത്, എപ്പോ ഞങ്ങളുടെ വിമാനങ്ങൾ ആ F-16 എതിരെയുള്ള ഒരു പോരാട്ടത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്നുള്ള ആവേശത്തിലാണ് അവർ കാത്തിരിക്കുന്നത്. റഷ്യയെ ഉക്രൈന്റെ F-16 നിന്നും രക്ഷിക്കണം എന്ന അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. പകരം റഷ്യയുടെ പക്കൽ നിന്നും ഈ F-16 സംരക്ഷിക്കാൻ ഉക്രൈൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായും അറിയിരിക്കുന്നത്. ഇപ്പോൾ ഉക്രൈനെ സംബന്ധിച്ച് ഈ F-16 സംരക്ഷിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ വിമാനങ്ങൾക്കുള്ള സ്പെഷ്യലൈസ്ഡ് റൺവേ ഉള്ള എയർബേസസിൽ ഹെവിലി കോൺക്രീറ്റഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഏകദേശം ഒരു 4-5 അടി കോൺക്രീറ്റ് ഉള്ള സ്ട്രക്ചേഴ്സ് നിർമ്മിച്ചാൽ മാത്രമേ ആ ഹാങ്ങറിൽ ഈ വിമാനങ്ങളെ അവർക്ക് നിർത്തിവെക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നിന്നും ഇതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവയെ പോലും ഡെസ്ട്രോയ് ചെയ്യാൻ കഴിവുള്ള, കപ്പാസിറ്റിയുള്ള, ആക്യുറസിയുള്ള മിസൈൽസും ഡ്രോൺസും റഷ്യയുടെ പക്കലുണ്ട്. അപ്പോൾ ഉക്രൈന്റെ ഒരു ഗെയിം പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റഷ്യയുടെ എയർ സ്ട്രൈക്ക്, മിസൈൽ സ്ട്രൈക്കിൽ നിന്നും F-16 എത്രത്തോളമാണ് ഉക്രൈൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അത്രത്തോളം റഷ്യയുടെ വ്യോമസേനയെ ഉക്രൈനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ അനുവദിക്കാതെ ഇവരെ കൊണ്ട് തടയാൻ സാധിക്കും. ഇപ്പോൾ റഷ്യ ഗ്ലൈഡ് ബോംബ്സ് ഉപയോഗിക്കുന്നുണ്ട്. FAB-3000, FAB-1000 സീരീസ് ബോംബ്സ് എല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവയെല്ലാം ഉക്രൈന്റെ പൊസിഷൻസിന് അടുത്തേക്ക് വന്ന് മാത്രമേ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിന്റെ റേഞ്ച് എല്ലാം കുറഞ്ഞത് 60-70 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എല്ലാം 100 കിലോമീറ്ററിനുള്ളിലാണ്. അപ്പോൾ ഫ്രണ്ട് ലൈനോട് വളരെ അടുത്ത് വന്ന് മാത്രമേ ഈ ബോംബ്സിനെ എല്ലാം SU-24 കൊണ്ടോ, SU-25 കൊണ്ടോ, SU-27 കൊണ്ടായാലും ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അകത്തേക്ക് വരുന്ന ഈ വിമാനത്തെ ഒരു സേഫായ ഡിസ്റ്റൻസിൽ നിന്നും, ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള F-16 കൊണ്ട് എൻഗേജ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. അമേരിക്ക ഒരു 110 കിലോമീറ്റർ റേഞ്ചുള്ള എയർ ടു എയർ മിസൈൽസ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിൽ കൂടുതലാകാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പദ്ധതി നോക്കിയാൽ റഷ്യക്കെതിരെയുള്ള ഈ ഒരു യുദ്ധത്തിൽ ഈ ഗ്ലൈഡ് ബോംബ്സ് ഡ്രോപ്പ് ചെയ്യുന്ന വിമാനങ്ങളെ, അത് SU-24 ആയാലും SU-27 ആയാലും, അതിനെ ലക്ഷ്യമിടാൻ F-16 ഉപയോഗിക്കണം എന്ന് ഉക്രൈൻ ചിന്തിച്ചാലും F-16 എണ്ണം കുറവായതുകൊണ്ട് അവർ അത് പല തവണ ചിന്തിച്ച് പല അനാലിസിസിന് ശേഷം മാത്രമേ F-16 ഇതിനു വേണ്ടി അവർ കളമിറക്കുകയുള്ളൂ. F-16 ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ എണ്ണം കുറവാണ്. എന്നാൽ അതിനപ്പുറം മറ്റ് പ്രശ്നമൊന്നും ഇല്ല എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. ഒരു ഉദാഹരണം പറയാം. റഷ്യയുടെ പൈലറ്റ്സ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ്, 5 വർഷവും അദ്ദേഹം റഷ്യൻ വിമാനങ്ങളെ മാത്രമായിരിക്കും പ്രവർത്തിപ്പിച്ചിട്ടുണ്ടാവുക. പ്രധാനമായും അദ്ദേഹത്തിന് നൽകിയ വിമാനം കൂടാതെ മറ്റ് പല വിമാനങ്ങളെ പ്രവർത്തിപ്പിക്കാനുള്ള പണികളും അദ്ദേഹത്തിന് അറിയാമായിരിക്കും. എന്നാൽ ആ 5 വർഷത്തിൽ ആ ഒരു വിമാനത്തെ പ്രവർത്തിപ്പിക്കുന്നതിൽ വളരെ അനുഭവ സമ്പന്നതയും കഴിവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് ഉക്രൈന്റെ പൈലറ്റ്സിനെ നോക്കിയാൽ ആ പ്രോപ്പർ ട്രെയിനിങ് തന്നെ ഇല്ല. വെറും 9 മാസത്തെ ട്രെയിനിങ് എന്നത് വളരെ കുറവാണ്. എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ കോൺഫിഡന്റ്, ഒരു ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഇത്രത്തോളം ഇതിനെ പ്രവർത്തിപ്പിക്കാനും നല്ലൊരു ഫലം നൽകാനും കഴിയും എന്ന് പറയാൻ സാധിക്കില്ല. ആ ഒരു വിമാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സമയം പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. അതിനാൽ കൂടുതൽ ട്രെയിൻഡ് പൈലറ്റ്സ് അകത്തേക്ക് വരുമ്പോൾ മാത്രമേ ഉക്രൈന്റെ പ്രധാനപ്പെട്ട ഗെയിം തന്നെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അതുവരെയും ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ ആക്രമണങ്ങളെ ഉക്രൈനെ കൊണ്ട് കൗണ്ടർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വഴി ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 6 വിമാനം വന്നു എന്ന് പറയുന്നു. ഈ 6 വിമാനങ്ങളെ ഉപയോഗിച്ച് പല 100 കിലോമീറ്ററുള്ള ഫ്രണ്ട് ലൈനെ ഇവരെ കൊണ്ട് സംരക്ഷിക്കാൻ സാധിക്കുമോ?
റഷ്യയുടെ ബോംബ്സ് ഡ്രോപ്പ് ചെയ്യുന്ന വിമാനങ്ങളെ ഇവരെ കൊണ്ട് കൗണ്ടർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ കൂടുതൽ വിമാനങ്ങൾ അകത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻഡ് പൈലറ്റ്സ് അകത്തേക്ക് വരുമ്പോൾ മാത്രമേ എല്ലാം ചേർത്തൊരു കോർഡിനേറ്റഡ് അറ്റാക്കായി ഉക്രൈനെ കൊണ്ട് റഷ്യക്കെതിരെ ഒരു ആക്രമണം നടത്താൻ സാധിക്കും. ഉക്രൈനെ കൊണ്ട് റഷ്യക്കെതിരെ ഒരു ആക്രമണം നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവയ്ക്കെല്ലാം ഒരു വലിയ പ്രശ്നം എവിടെ നിന്നും തുടങ്ങും എന്നറിയാമോ? ട്രംപിൽ നിന്നായിരിക്കും. ഒരു പക്ഷേ ട്രംപ് ഇതിനിടയിൽ, അതായത് കൂടുതൽ വിമാനങ്ങൾ വരുന്നതിന് മുൻപ്, കൂടുതൽ ആയുധങ്ങൾ വരുന്നതിന് മുൻപ് അദ്ദേഹം ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം ഉക്രൈൻ ഉപേക്ഷിച്ച് അവരുടെ ബേസിലേക്ക് അടച്ചു പൂട്ടേണ്ടി വരും. അദ്ദേഹം വന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ട എല്ലാ പണികളും തുടങ്ങും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.